CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പ് 2 ഘട്ടങ്ങളായി. ഡിസംബർ 9, 11 തീയതികളിലാണ് തിരഞ്ഞെടുപ്പ്. ഡിസംബർ 13-നാണ് വോട്ടെടുപ്പ്. സംസ്ഥാനത്ത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. നിറഞ്ഞ വേദിയിൽ നടന്ന ഒപ്പനയോടെ ഷൊർണൂർ ഉപജില്ലാ കലോത്സവത്തിന് തുടക്കം. മാരായമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ 4 ദിവസങ്ങളിലായാണ് കലോത്സവം നടക്കുന്നത്. ഉപജില്ലയിലെ 78 സ്കൂളുകളിൽ നിന്നായി 3500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ കലാമത്സരങ്ങൾ തുടങ്ങി. ഒപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മേള നടക്കുന്നത്. 2ാം ദിവസം നടന്ന ഗോത്രകലകളും മാപ്പിളക്കലകളും ആസ്വാദക ശ്രദ്ധ നേടി. ദേശീയപാത 66 സർവീസ് റോഡുകൾ വൺവേ മാറ്റാൻ മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന റോഡ് സുരക്ഷാ യോഗത്തിൽ തീരുമാനിച്ചു. ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളുടെ പുനഃക്രമീകരണത്തിനുള്ള നടപടികൾ സ്വീകരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പ് 2 ഘട്ടങ്ങളായി. ഡിസംബർ 9, 11 തീയതികളിലാണ് തിരഞ്ഞെടുപ്പ്. ഡിസംബർ 13-നാണ് വോട്ടെടുപ്പ്. സംസ്ഥാനത്ത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. കേരളത്തിലാകെ 1200 തദ്ദേശ സ്ഥാപനങ്ങളാണുള്ളത്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാനാണ് തിരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ തവണ 3 ഘട്ടമായിരുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഡിസംബർ 9-ന് തിരഞ്ഞെടുപ്പ് നടക്കും. തൃശൂർ, വയനാട്, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർകോട് എന്നിവിടങ്ങളിൽ ഡിസംബർ 11-നാണ് തിരഞ്ഞെടുപ്പ്. നവംബർ 14-ന് വിജ്ഞാപനം പുറപ്പെടുവിക്കും. നാമനിർദ്ദേശം നൽകാനുള്ള അവസാന തീയതി നവംബർ 21-ആണ്. സൂക്ഷ്മ പരിശോധന 22-ന്. നാമനിർദ്ദേശ പത്രിക നവംബർ 24-ന് പിൻവലിക്കാം. ഗ്രാമപഞ്ചായത്തിൽ സ്ഥാനാർത്ഥികൾക്ക് പരമാവധി 25,000 രൂപ ചിലവഴിക്കാം. ബ്ലോക്ക് പഞ്ചായത്തിൽ 75,000 രൂപയും ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും 1.5 ലക്ഷം രൂപയുമാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. പരിധിയിൽ കൂടുതൽ ചിലവഴിച്ചാൽ 5 വർഷത്തേക്ക് സ്ഥാനാർത്ഥികളെ അയോഗ്യരാക്കും. ജാതി, മതം അടക്കം പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണം ഒഴിവാക്കണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും അദ്ദേഹം മുന്നോട്ട് വച്ചു. ന്യൂസ് ഡെസ്ക് CCN. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ കലാമത്സരങ്ങൾ തുടങ്ങി. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മേള നടക്കുന്നത്. 2ാം ദിവസം നടന്ന ഗോത്രകലകളും മാപ്പിളക്കലകളും ആസ്വാദക ശ്രദ്ധ നേടി. 8 വർഷങ്ങൾക്കു ശേഷമാണ് മാരായമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത്. കേരളത്തിലെ മൺമറഞ്ഞ കവികളുടെ പേരാണ് വേദികൾക്ക് നൽകിയിരിക്കുന്നത്. പ്രധാന വേദിയിൽ നടന്ന ഒപ്പനയോടെയാണ് കലോത്സവത്തിന് തുടക്കമായത്. UP, HS, HSS കുട്ടികൾ മികച്ച മത്സരം കാഴ്ചവച്ചു.
മത്സരം കാണാനും നിരവധി പേരെത്തി. ദഫ്മുട്ട്, അറബനമുട്ട്, കോൽക്കളി എന്നീ മത്സരങ്ങളും ഇതേ വേദിയിൽ നടന്നു. രാവിലെ HS വിഭാഗം കുട്ടികളുടെ ബാൻഡ് മേള മത്സരം നടന്നു. തുടർന്ന് വേദി ഒന്നിൽ മുഴുവൻ വിഭാഗം കുട്ടികളുടെയും ലളിതഗാന മത്സരവും ശാസ്ത്രീയ സംഗീത മത്സരവും നടന്നു. മറ്റു വേദികളിലായി രചനാ മത്സരങ്ങളും അഭിനയഗാനം, പദ്യം ചൊല്ലൽ, പ്രസംഗം, അക്ഷരശ്ലോകം, ഗസൽ ആലാപനം എന്നീ മത്സരങ്ങളും നടന്നു. CCN ചെർപ്പുളശ്ശേരി. നിറഞ്ഞ വേദിയിൽ നടന്ന ഒപ്പനയോടെ ഷൊർണൂർ ഉപജില്ലാ കലോത്സവത്തിന് തുടക്കം. മാരായമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ 4 ദിവസങ്ങളിലായാണ് കലോത്സവം നടക്കുന്നത്. ഉപജില്ലയിലെ 78 സ്കൂളുകളിൽ നിന്നായി 3500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. വേദി ഒന്നിൽ തായമ്പക, ചെണ്ടമേളം എന്നിവയോടെയാണ് മത്സരങ്ങൾ ആരംഭിച്ചത്. വേദി 2-ൽ ഗോത്രകലകൾ നടന്നു. നിറഞ്ഞ സദസ്സിലായിരുന്നു മത്സരങ്ങൾ. വേദി 3-ൽ മിമിക്രി, നാടകം, മൂകാഭിനയം എന്നീ മത്സരങ്ങളും നടന്നു. നീ അങ്ങനെയൊന്നും പറയാൻ നിൽക്കണ്ട. ഇപ്പത്തെ കുട്ടികളല്ലേ, ഈ ഓളം കയറാമൊന്നും അവന് പിടിക്കണ്ടാവില്ല. ആരാ വരുന്നത്? ആ, അതാ മമ്മതാണ്. പയ്യനെ വെക്കുന്ന കാര്യം അങ്ങനെ കുമാരൻ പറഞ്ഞാണ്. മമ്മത് ഇരിക്ക. അല്ല നമ്പൂരിശ, എന്തിനാ ഇപ്പൊ പയ്യനെ വെക്കണേ? നല്ല കറവുള്ള പയ്യല്ലേ. ലക്ഷ്മി കാണിച്ചാൽ തീരെ വയ്യ. പിന്നെ എന്റെ അവസ്ഥ നമുക്കറിയില്ലേ? വേദി 4-ൽ നടന്ന ഒപ്പനയായിരുന്നു 2ാം ദിവസത്തെ പ്രധാന ആകർഷണം. UP, HS, HSS കുട്ടികൾ മികച്ച മത്സരം കാഴ്ചവെച്ചു. മറ്റു വേദികളിലായി മോണോ ആക്ട്, അറബിക്, കലോത്സവം, സംഘഗാനം, പദ്യം ചൊല്ലൽ, ഗസൽ, പ്രസംഗം തുടങ്ങിയ മത്സരങ്ങളും നടന്നു. CCN പട്ടാമ്പി. മലപ്പുറം പൊന്മുണ്ടത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാൻ
UDF സജീവ ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. മലപ്പുറത്ത് UDF യോഗത്തിനു ശേഷം മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിലുള്ള പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കഴിഞ്ഞാൽ മാത്രമേ എല്ലാ കാര്യത്തിലും അന്തിമ തീരുമാനം ഉണ്ടാകൂ എന്നും കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. അല്ല, ഞങ്ങള് ആ ഒരു വിഷയം മാത്രമല്ല, ഞങ്ങളിപ്പോ എന്യൂമറേഷൻ നടക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വോട്ടർമാരെ ചേർക്കാനും വോട്ടർമാരൊക്കെ ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് തുടങ്ങിയ പല കാര്യങ്ങളും ഇവിടെ ഡിസ്കഷനിൽ വന്നു. ആ കൂട്ടത്തിൽ ഇതുവരെ നടന്ന മലപ്പുറം ജില്ലയിലെ ഇലക്ഷൻ്റെ കാര്യങ്ങൾ ഒന്ന് റിവ്യൂ ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളൊക്കെ വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ജമാഅത്തെ ഇസ്ലാമി വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് മറുപടി അർഹിക്കുന്നില്ല എന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. കൂടാതെ മറുവശത്ത് SDPI ബന്ധം ആർക്കും പ്രശ്നമല്ലാത്ത സാഹചര്യത്തിൽ മാധ്യമങ്ങളെല്ലാം UDFന്റെ പിന്നാലെയാണെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അത് വേണ്ട, നമ്മളെ കാരണം ഇപ്പൊ അപ്പുറത്ത് SDPI ആരോപണം ഉണ്ടല്ലോ, അതൊക്കെ എന്തായാലും ചോദിക്കാത്തത്. UDFന്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് ജാതകം ചോദിക്കുന്നതിന് പകരം UDF എപ്പോഴും സ്റ്റാറ്റസ് ആണ് പറയാറ്. ഇത്തവണ വാർഡുകൾ കൂടിയത് പലയിടത്തും അതിനെ പറ്റിയുള്ള അവകാശമാണ് കോൺഗ്രസ് ഇതുപോലെ സ്ഥലം കടവുകൾ ഉന്നയിക്കുന്നത്. അതൊക്കെ തീർക്കാൻ കഴിയും യാതൊരു സംശയവും. പല സ്ഥലങ്ങളിലും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ പൊന്മുണ്ടായിരിക്കും. പൊന്മുണ്ടത്ത് സജീവമായ ചർച്ച ആണ് ഇന്ന് നടക്കുന്നത്. നേതാക്കൾ ഇടപെട്ട് അതോടുകൂടി പ്രശ്നം തീരും. പൊന്മുണ്ടത്ത് പക്ഷേ കുറെ കാലങ്ങളായി തർക്കത്തിലാണ്. ഇത്തവണ പക്ഷേ അവിടെ കോൺഗ്രസ് ലീഗിനെതിരെ CPI പോലും UDF ആയി മത്സരിക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ട് വരില്ല പൊന്മുണ്ടത്ത്. അത് യാതൊരു സംശയവും ഇല്ല. ഇന്നത്തെ ചർച്ചയുടെ ഒരു ഗതി കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. CCN മലപ്പുറം. സംസ്ഥാന പാതയിൽ മുണ്ടൂർ ജംഗ്ഷനിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. ഞായറാഴ്ച രാത്രി 9 മണിയോടെയാണ് സംഭവം. പുതനൂർ പുനക്കൽത്തൊടി പ്രകാശൻ ഓടിച്ചിരുന്ന കാറിനാണ് തീപിടിച്ചത്. ആളപായമില്ല. പാലക്കാട് ഭാഗത്ത് നിന്ന് വരികയായിരുന്ന കാറിന്റെ മുൻവശത്ത് നിന്ന് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരും മറ്റ് വാഹനയാത്രക്കാരും ബഹളം വെച്ചതിനെ തുടർന്നാണ് കാർ നിർത്തിയത്. ഉടൻ തന്നെ പ്രകാശൻ കാറിൽ നിന്ന് പുറത്തിറങ്ങിയതിനാൽ വൻ അപകടം ഒഴിവായി. കാറിന്റെ മുൻവശം പൂർണ്ണമായും കത്തിനശിച്ചു. ഓടിക്കൂടിയ നാട്ടുകാരാണ് ആദ്യം തീയണയ്ക്കാൻ ശ്രമിച്ചത്. വിവരമറിയിച്ചതിനെ തുടർന്ന് കോങ്ങാട്ട് നിന്ന് അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി തീ പൂർണ്ണമായും അണച്ചു. CCN കോങ്ങാട്. തിരുവനന്തപുരം കഴക്കൂട്ടം അർജുനയുടെ 25ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടന്ന 3 മാസം നീണ്ടുനിന്ന പരിപാടിയിൽ വെള്ളിനേഴി ആലുംകുണ്ടിൽ കറുപ്പനാശാൻ സ്മാരക അയ്യപ്പൻ വിളക്ക് സംഘത്തിന് ആദരം നൽകി. സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് തലസ്ഥാനത്ത് വെച്ച് അയ്യപ്പൻ വിളക്കിന്റെ പ്രാധാന്യം പരിചയപ്പെടുത്തുകയും അതിലെ കലാകാരന്മാരെ ആദരിക്കുകയും ചെയ്തു. അർജുനയുടെ വാർഷികത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ചാണ് ആലുംകുണ്ടിൽ രാധാകൃഷ്ണനെയും കുറുവട്ടൂർ ബാലഗണേശനെയും രജതാർജുനം ആദരവ് നൽകി ഡോക്ടർ രവീന്ദ്രൻ ആദരിച്ചത്. അയ്യപ്പൻ വിളക്ക് എന്താണ്, എന്തിനാണ് എന്ന വിഷയത്തെക്കുറിച്ച് ആലുംകുണ്ടിൽ രാധാകൃഷ്ണൻ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ വെച്ച് അയ്യപ്പൻ വിളക്ക് സംഘത്തിലെ മുഴുവൻ കലാകാരന്മാരെയും ആദരിച്ചു. CCN കടമ്പഴിപ്പുറം. ദേശീയപാത 66 സർവീസ് റോഡുകൾ വൺവേ ആക്കി മാറ്റാൻ മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന റോഡ് സുരക്ഷാ യോഗത്തിൽ തീരുമാനിച്ചു. ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളുടെ പുനഃക്രമീകരണത്തിനുള്ള നടപടികൾ സ്വീകരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി. സർവീസ് റോഡ് തടസ്സപ്പെടുത്തുന്ന ഓട്ടോ സ്റ്റാൻഡുകൾ, വാഹന പാർക്കിംഗ് എന്നിവ ഒഴിവാക്കാനും അനധികൃത കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യാനും യോഗത്തിൽ തീരുമാനമായി. ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളുടെ പുനഃക്രമീകരണത്തിനുള്ള നടപടികൾ സ്വീകരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി. KSRTC ഉൾപ്പെടെയുള്ള ദീർഘദൂര ബസ്സുകൾ മാത്രമേ ഹൈവേ വഴി സർവീസ് നടത്താൻ പാടുള്ളൂ. സ്റ്റേജ് കാരേജ് ബസ്സുകൾ സർവീസ് റോഡുള്ള ഭാഗങ്ങളിൽ അതുവഴി മാത്രമേ പോകാവൂ. നിർദ്ദിഷ്ട സ്റ്റോപ്പുകളിൽ ബസ്സുകൾ നിർത്തണം. ദേശീയപാതയിൽ ബസ്സുകൾ നിർത്തുകയോ ആളുകളെ കയറ്റുകയോ ഇറക്കുകയോ ചെയ്യരുത്. ഹൈവേയിലെ ക്യാമറകൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. ഡ്രൈവർമാരുടെ കാഴ്ചയ്ക്ക് തടസ്സമാകുന്ന രീതിയിൽ റോഡരികിൽ അനധികൃതമായി സ്ഥാപിച്ച പരസ്യ ബോർഡുകൾ, ബാനറുകൾ, പെട്ടിക്കടകൾ, മറ്റു കച്ചവട സ്ഥാപനങ്ങൾ എന്നിവ നീക്കം ചെയ്യാനും തീരുമാനിച്ചു. യോഗത്തിൽ പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, PWD, NH ഡിവിഷൻ, NHAI, KSEB, LSGD, ഹെൽത്ത്, BSNL, KW തുടങ്ങിയ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. CCN മലപ്പുറം. സമസ്ത കേരള ജമയത്തുൽ ഉലമ യുവജന വിഭാഗമായ സുന്നി മഹല്ല് ഫെഡറേഷന്റെ ഗോൾഡൻ ജൂബിലി പ്രഖ്യാപനവും സമസ്തയുടെ 100ാം വാർഷിക പ്രചാരണ സമ്മേളനവും ഈ ബുധനാഴ്ച കോഴിക്കോട് വെച്ച് നടക്കും. മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്.
കോഴിക്കോട് ടൗണിൽ വെച്ച് ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കുന്ന പരിപാടിയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ പ്രചരണോദ്ഘാടനവും SMF ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഔദ്യോഗിക പ്രഖ്യാപനവുമാണ് നടക്കുക. 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെ കാസർകോട് കുണിയയിൽ വെച്ചാണ് സമസ്തയുടെ 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം നടക്കുന്നത്. സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ പാണക്കാട് സ്വാദിഖലി ശിഹാബ് തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്യും. 2026 വരുമ്പോൾ ഇതിന്റെ മഹത്തായ ഒരു വാർഷികം ആഘോഷിക്കുകയാണ്, 50ാം വാർഷികം. ഈ 50ാം വാർഷിക തീയതി പ്രഖ്യാപനവും അത് എവിടെ വെച്ച് നടത്തുമെന്നതിനെ കുറിച്ചുമുള്ള വ്യക്തമായ ഒരു പ്രഖ്യാപനമാണ് കോഴിക്കോട്ട് വെച്ച് മറ്റന്നാൾ അഥവാ 12ാം തീയതി ബുധനാഴ്ച നടത്തുന്നത്. ആ പ്രോഗ്രാമിന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പതാക ഉയർത്തുന്നത് ഹംസ ബാഫക്കി തങ്ങളാണ്. നിങ്ങൾക്ക് അതിന്റെ കോപ്പി തന്നിട്ടുണ്ട്. അതുപോലെ ദുആ ചെയ്യുന്നതല്ല മുസ്ലിയാരാണ്. സ്വാഗതം നാസർ വൈസി കൂടത്തായി, ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് സ്വാദിഖലി ശിഹാബ് തങ്ങൾ, അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അനുഗ്രഹ പ്രഭാഷണം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, മുഖ്യ പ്രഭാഷണം MD അബ്ദുൽ മുസ്ലിയാർ. തുറന്നതിൽ പങ്കെടുക്കുന്ന ആളുകൾ ലിസ്റ്റും അതിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സമസ്ത കേരള ജമിയത്തിലുള്ള 100ാം വാർഷികം 2026 ഫെബ്രുവരി ആദ്യ വാരത്തിൽ കാസർഗോഡ് കുണിയിൽ വെച്ച് നടക്കുകയാണ്. അതിന്റെ ഒരു പ്രചരണവും കൂടിയാണ് നമ്മൾ ഈ പ്രഖ്യാപന സമ്മേളനത്തിൽ ഉദ്ദേശിക്കുന്നത്. SMF ഭാരവാഹികളായ യു മുഹമ്മദ് ഷാഫി ഹാജി, അബ്ദുസമദ് പൂക്കോട്ടൂർ, നാസർ ഫൈസി കൂടത്തായി, KA റഹ്മാൻ ഫൈസി, മലയമ്മ അബൂബക്കർ ഫൈസി, സലീം എടക്കര എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചത്. CCN മലപ്പുറം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ബിസിനസ് അച്ചീവ്മെന്റ് അവാർഡ് വിതരണവും കുടുംബസംഗമവും യൂത്ത് ഫിയസ്റ്റ എന്ന പേരിൽ നവംബർ 11 ചൊവ്വാഴ്ച നടക്കും. മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കും. കുടുംബസംഘവും അതോടൊപ്പം ബിസിനസ് അച്ചീവ്മെന്റ് അവാർഡും യൂത്ത് ഫിസ്റ്റ 2K25 എന്ന പേരിൽ നവംബർ 11 വൈകുന്നേരം 4 മണി മുതൽ റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നടത്തപ്പെടുകയാണ്. മലപ്പുറം ജില്ലയിലെ യൂത്ത് വിങ്ങിന്റെ 1200ഓളം കുടുംബങ്ങളും അതോടൊപ്പം ജില്ലാ, സംസ്ഥാന, മണ്ഡലം യൂണിറ്റിലെ നേതാക്കളും അതോടൊപ്പം വനിതാ വിങ്ങിന്റെയും ഭാരവാഹികളും പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. ഈ പരിപാടി ബഹുമാനപ്പെട്ട ഹജ്ജ് വഖഫ് ബോർഡ് മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. KVBS യൂത്ത് വിങ്ങിന്റെ ഈ സംഗമത്തിൽ രാഷ്ട്രീയ ഭരണരംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുക്കും. MLA-മാരായ PK കുഞ്ഞാലിക്കുട്ടി, P ഉബൈദുള്ള, AP അനിൽകുമാർ, നജീബ് കാന്തപുരം എന്നിവർ ചടങ്ങിൽ അതിഥികളായി എത്തും. മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ്, മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി എന്നിവരും സംബന്ധിക്കും. വ്യാപാര മേഖലയിൽ വ്യത്യസ്ത കഴിവ് തെളിയിച്ച വ്യക്തികളെ ചടങ്ങിൽ ആദരിക്കും. തുടർന്ന് കുടുംബാംഗങ്ങൾക്കായി പ്രശസ്ത ഗായിക സജിലി സലീം നയിക്കുന്ന സംഗീത വിരുന്നും അരങ്ങേറും. യൂത്ത് വിംഗ് ഭാരവാഹികളായ താജുദ്ദീൻ, ആരിഫ്, അബ്ദുറസാഖ്, MP സിദ്ദിഖ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പ് 2 ഘട്ടങ്ങളായി. ഡിസംബർ 9, 11 തീയതികളിലാണ് തിരഞ്ഞെടുപ്പ്. ഡിസംബർ 13-നാണ് വോട്ടെടുപ്പ്. സംസ്ഥാനത്ത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. നിറഞ്ഞ വേദിയിൽ നടന്ന ഒപ്പനയോടെ ഷൊർണൂർ ഉപജില്ലാ കലോത്സവത്തിന് തുടക്കം. മാരായമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ 4 ദിവസങ്ങളിലായാണ് കലോത്സവം നടക്കുന്നത്. ഉപജില്ലയിലെ 78 സ്കൂളുകളിൽ നിന്നായി 3500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ കലാമത്സരങ്ങൾ തുടങ്ങി. ഒപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മേള നടക്കുന്നത്. 2ാം ദിവസം നടന്ന ഗോത്രകലകളും മാപ്പിളക്കലകളും ആസ്വാദക ശ്രദ്ധ നേടി. ദേശീയപാത 66 സർവീസ് റോഡുകൾ വൺ വേ ആക്കി മാറ്റാൻ മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന റോഡ് സുരക്ഷാ യോഗത്തിൽ തീരുമാനിച്ചു. ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളുടെ പുനഃക്രമീകരണത്തിനുള്ള നടപടികൾ സ്വീകരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.